നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്നാരോപിച്ച് അമ്മയെ ആക്രമിച്ച മകനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് കല്ലിടവഴിയിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്നത് തുടർ പഠനങ്ങൾക്ക് താങ്ങായി മാറുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്ന് ആരോപിച്ച് അമ്മയെ ആക്രമിച്ചു. കൈതല്ലിയൊടിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. വയോധികയായ മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് ഇടത് കൈ തല്ലിയൊടിക്കുകയും കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ മകനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. 71 വയസ്സുള്ള ചീറ്റുവ ഏങ്ങണ്ടിയൂർ സ്വദേശിനി തുളസിയെ ആക്രമിച്ച സംഭവത്തിലാണ് മകൻ മനോജ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് അറിയിച്ചു. പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. 2026 ജൂലൈ 6 രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കുടുംബത്തിനുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മ മന്ത്രവാദം നടത്തിയതാണെന്ന് ആരോപിച്ചാണ് മനോജ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി മനോജ് 2025 വീട്ടിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും 2024 വാർഡ് മെമ്പറെ ആക്രമിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ലാൽസൺ, ASI കാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് കല്ലിടവഴിയിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. അന്തിക്കാട് കല്ലിടവഴിയിൽ റേഷൻ കടയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങാണ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണത്. ഹൈടെൻഷൻ കേബിളിലാണ് തെങ്ങ് വീണത്. വൈദ്യുതി കമ്പികൾ പൊട്ടുകയോ വലിയ തകരാറുകൾ സംഭവിക്കുകയോ ചെയ്യാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച രാത്രിയിലെ മഴയിലും കാറ്റിലുമാണ് തെങ്ങ് കടപുഴകിയത്. ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടിയും പുഷ്പാർച്ചനയും DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, P വിനു, മധു അന്തിക്കാട്, AK വാസൻ, മണികണ്ഠൻ, CK മുഹമ്മദ് അലി തൃപ്രയാർ, മോഹൻദാസ് പൂലാക്കപ്പറമ്പിൽ, അംബിക രാമചന്ദ്രൻ, മുഹമ്മദ് റസൽ, രാജീവ് അരയമ്പറമ്പിൽ, കൃഷ്ണകുമാർ KK, രാമനുണ്ണി, മണികണ്ഠൻ, രാജൻ കുരുടിയാറ തുടങ്ങിയവർ പങ്കെടുത്തു. പാവങ്ങളുടെ ഇത്രയും ജനകീയനായ മുഖ്യമന്ത്രി എനിക്ക് പോലും ഇത്രയും കാലത്തിനിടയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. തൃശ്ശൂർ വന്ന് ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം രാവിലെ 8 മണിക്ക് നിന്ന് കഴിഞ്ഞാൽ പുലർച്ചെ 3 മണി വരെ ആ ഒരു നിൽപ്പിൽ നിന്നുകൊണ്ട് പാവങ്ങൾക്കായ ആളുകൾക്കുള്ള ധനസഹായം കൊടുത്തത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയും. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ES സബിത്, NJ സേവ്യർ, ശിവപ്രസാദ്, ജുബുമോൻ, CM രഘുനാഥ്, ഉസ്മാൻ, ബാഹുലേയൻ, സുനിൽ വാലത്ത് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികളായ PV ഉണ്ണികൃഷ്ണൻ, സമീർ ഹംസ, ശിവരാമൻ ചിറമ്പത്ത്, കുട്ടു പ്രേംകുമാർ, അന്തുപറമ്പിൽ ആനന്ദൻ, കുമാരി, അസീസ്, കുഞ്ഞിമോൻ തൃത്തല്ലൂർ, ഷൗക്കത്ത്, പീതാംബരൻ വാലത്ത്, ദാവൂദ്, ഷംസു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണലൂർ സ്വാമി വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെയും മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാമായണോത്സവത്തിന് തുടക്കമായി. ഡോക്ടർ ML സജീവ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഖണ്ഡ് സംഘചാലക് PU ദിവാകരൻ അധ്യക്ഷത വഹിച്ചു.
സതീഷ് ചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി MK പ്രഭാകരൻ, PP മനോജ്, മിനി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. മാതൃസമിതി അംഗങ്ങളായ ഗിരിജ കുട്ടൻ, ഷീല ശശി, സ്വപ്ന ഹരീഷ്, സുമ പ്രേമൻ, ഗിരിജ സത്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. SNDP യോഗം നാട്ടിക യൂണിയൻ നേതൃത്വ പഠന ക്ലാസും ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. യോഗം കൗൺസിലർ PT മന്മഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദാഷ്നാഥ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ, യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, കൗൺസിലർമാരായ നരേന്ദ്രൻ തയ്യിൽ, KG നാരായണദാസ്, KS ദീപൻ, CS ഗണേശൻ, ബിനോയ് പാണപ്പറമ്പിൽ, സലി ദാഷ്നാഥ്, പ്രജോദ് PS, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാശങ്കർ VP എന്നിവർ നേതൃത്വം സംസാരിച്ചു. മഹാഗുരുവിന്റെ 172ാമത് തിരുജയന്തി ആഘോഷത്തിന് മുന്നോടിയായിട്ടുള്ള ഈ മീറ്റിങ്ങിലും സംബന്ധിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. സംഘടനാ പ്രവർത്തനങ്ങൾ വളരെയേറെ ശക്തി പ്രാപിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ 44 ശാഖകളുള്ള നാട്ടിക യൂണിയനിലെ മുഴുവൻ പ്രവർത്തകർക്കും നേതാക്കന്മാർക്ക് ഒന്നിച്ച് ഇരിക്കാൻ കഴിയുന്ന വലിയ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അഭാവം നിങ്ങളുടെ ഇരിപ്പിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 44 യൂണിയനിലെയും മുഴുവൻ ഭാരവാഹികൾക്കും അതുപോലെ തിക്കായിട്ടിരിക്കാൻ കഴിയാതെ നല്ല രൂപത്തിൽ ഇരിക്കാൻ കഴിയുന്ന വലിയൊരു ഓഡിറ്റോറിയം കൂടി പണികഴിപ്പിച്ചതിന് ശേഷമാകണം ശ്രീ ഉണ്ണികൃഷ്ണൻ ദാഷ്നാഥ് ഈ സ്ഥാനത്ത് നിന്നും വിരമിക്കാൻ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. വലിയൊരു ഓഡിറ്റോറിയം നമുക്ക് ആവശ്യം. ജോസഫ് മുണ്ടശ്ശേരി അനുസ്മരണ സമ്മേളനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ജോസഫ് മുണ്ടശ്ശേരി അനുസ്മരണ സമ്മേളനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് മുണ്ടശ്ശേരി മാഷെന്ന C രവീന്ദ്രനാഥ് MLA അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിന്നിരുന്ന അനീതികളെയും തെറ്റായ പ്രവണതകളെയും തിരുത്തി വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിൽ വലിയ പങ്കാണ് മുണ്ടശ്ശേരി മാഷ് നിർവഹിച്ചത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കേരളത്തെ രൂപപ്പെടുത്തുന്നതിലും മുണ്ടശ്ശേരിക്ക് വലിയ പങ്കുണ്ടെന്ന് C രവീന്ദ്രനാഥ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ മെമ്പർ KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ, PTA പ്രസിഡന്റ് സുബിൻ, സ്റ്റാഫ് പ്രതിനിധി ബില്ലു നാരായണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിലാസിനി വേണുഗോപാൽ, വാർഡംഗങ്ങളായ ജോജു തേക്കാനത്ത്, KV ഡേവിസ്, സുധർമ്മൻ ചിരികണ്ടത്ത്, സുഗില മോഹനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന K മേനോൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തെ അനന്യമായ തലങ്ങളിലേക്ക് ഉയർത്തിയ വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ടാണ് പ്രതിഭ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. തൻ്റെ ജോലി എന്ന രീതിയിൽ പ്രഗത്ഭനായ അധ്യാപകൻ, സർഗപരമായ കഴിവ് എന്ന രീതിയിൽ പ്രഗത്ഭനായ സാഹിത്യകാരൻ, ഇതെല്ലാം ചേർന്ന് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ മന്ത്രി, ഇങ്ങനെ പ്രതിഭ എന്നത് അക്ഷരാർത്ഥത മുണ്ടശ്ശേരി മാഷാണെന്ന് പറയാവുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ആ മുണ്ടശ്ശേരി മാഷിയാണ് നമ്മൾ ഓർക്കുന്നത്. അതും മുണ്ടശ്ശേരി മാഷിൻ്റെ പേരിലുള്ള സ്കൂളിൻ്റെ അങ്കണത്തിൽ. സ്വാഭാവികമായിട്ടും ഓർക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം? ഓർക്കുക എന്നത് പരമപ്രധാനമായ ലക്ഷ്യമാണ്. നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അത് മാത്രമല്ല ലക്ഷ്യം. നമ്മുടെ നിയോജകമണ്ഡലം ഇത്തരത്തിലുള്ള നിരവധി പ്രതിഭകളുടെ നാടാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ, യൂസഫ് അലി കേച്ചേരി, കോവിലൻ, പുത്തേഴൻ തുടങ്ങി അതിപ്രഗത്ഭരായ വ്യക്തികളുടെ നാടാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണം നടത്തി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ജനകീയ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനാചരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ MB സജീവൻ, രാമൻ നമ്പൂതിരി, MK ചന്ദ്രൻ, ഹബീബുള്ള EM, ബഷീർ, KN വേണുഗോപാൽ, പ്രമോദ് കണിമംഗലത്ത്, റഷീദ് താന്യം, ഷിബി സലീഷ് എന്നിവർ പ്രസംഗിച്ചു. ബെന്നി തട്ടിൽ, ഗോപാലകൃഷ്ണൻ, പോൾ പുലിക്കോട്ടിൽ, ഷിഹാബ് താന്യം എന്നിവർ നേതൃത്വം നൽകി. സേവാഭാരതി വലപ്പാടും കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും സംയുക്തമായി നടത്തിവരുന്ന ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ആരംഭം കർക്കിടകം 1 മൊരിയാംതോട് വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. പൊക്കാഞ്ചേരി ആയുർവേദിക്സ് റിസർച്ച് സെന്റർ MD ഡോക്ടർ പ്രത്യുഷ്, സെൻട്രൽ ലബോറട്ടറീസ് MD അഭിലാഷ് എന്നിവർ ചേർന്ന് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി വലപ്പാട് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് അധ്യക്ഷനായി. എടമുട്ടം ശ്രീ ഭദ്രാചല ക്ഷേത്ര മേൽശാന്തി പ്രജീഷ് ശാന്തി, സ്വാസ്ഥ്യ ആയുർവേദാശ്രമത്തിലെ ഡോക്ടർ ഷാദിയ, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ, ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ, യൂണിറ്റ് സെക്രട്ടറി ഷിജോ അരയംപറമ്പിൽ, ട്രഷറർ ബേബി സരോജം എന്നിവർ സംസാരിച്ചു. മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരുന്നുകഞ്ഞി വിതരണം നടന്നത്. ജൂലൈ 17 മുതൽ 23 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കാണ് കർക്കിടക കഞ്ഞി വിതരണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ. ഏതെടുത്താലും 189 രൂപ മാത്രം. ടോയ്സ് ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. തൃപ്രയാർ അർച്ചന സിൽക്സിലും വാടാനപ്പള്ളി അർച്ചന സിൽക്സിലും 50-ൽ പരം തൊഴിലവസരങ്ങൾ. ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ്, വെൽക്കം ഗേൾസ്, സൂപ്പർവൈസർ, വീഡിയോ പ്രസന്റർ, മാനേജർ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക. ഫോൺ 9447130824. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. വാർത്തകൾ തുടരുന്നു. കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ജിത പോൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെ ചടങ്ങിൽ ആദരിച്ചു. SH ഓഫ് മേരീസ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഗീതി മരിയ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോജോ തേക്കാനത്ത്, അധ്യാപകരായ ജീനു, സ്മിത, മെറീന, വിദ്യാർത്ഥി പ്രതിനിധി ആൻ ജോജോ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഏജൻസിയായ EDയുടെ വേട്ടയാടലുകൾക്കെതിരെ CPM പ്രതിഷേധ സംഗമവും പ്രകടനവും സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി മെമ്പർ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി മെമ്പർ KV ഡേവിസ് അധ്യക്ഷത വഹിച്ചു. MK സദാനന്ദൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, CPIM മണലൂർ ലോക്കൽ കമ്മിറ്റി മെമ്പർ KR അഭിരാജ് എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനം DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, KP ജോസ്, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, ഇന്ദിര ഉത്തമൻ, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, പീതാംബരൻ രാരമ്പത്ത്, ജോസഫ് പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദരവ് 2026 വിദ്യാഭ്യാസ അവാർഡ് സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നന്നായി എഴുതിയെന്ന് കണക്കാക്കുന്ന ഒരു പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാർക്കും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകണമെന്നല്ല. ഇപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ കാര്യമല്ല. പക്ഷെ മാർക്കില്ലാതെ നമുക്ക് തുടർ പഠനത്തിന് പോകാനും കഴിയില്ല. അപ്പോൾ തുടർന്നുള്ള പഠനത്തിന് അംഗീകാരം കിട്ടാൻ, തുടർന്നുള്ള പഠനത്തിന് അവസരം കിട്ടാനുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടിയാണ് നമുക്ക് കിട്ടുന്ന മാർക്ക്. അതിനപ്പുറത്തേക്ക് നാളുകളിൽ നിങ്ങളുടെ പഠനമെല്ലാം പൂർത്തീകരിച്ച് നിങ്ങൾ എന്തെങ്കിലും തൊഴിലിലോ മറ്റു കാര്യങ്ങളോ കയറി നിൽക്കുന്ന സമയത്ത് ആ സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നിങ്ങളുടെ മാർക്ക് തുണയാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മാർക്ക് തുണയാകില്ല. എങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ നേരിടുന്നു, എങ്ങനെയാണ് നിങ്ങൾ ആളുകളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തുടർന്ന് പോകുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കുമെന്നതിനെ സംബന്ധിച്ചു. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള എളുപ്പവഴിയാണ് പരീക്ഷകളിൽ നേടിയെടുക്കുന്ന മാർക്കെന്ന് ധരിക്കേണ്ടതില്ല. ജീവിതത്തിൽ വിജയിക്കാനുള്ള യാത്രക്കിടയിലെ ഒരു ചവിട്ടുപടി മാത്രമാണ് പരീക്ഷകളിൽ കിട്ടുന്ന മാർക്ക്. പരീക്ഷകളിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ നൈപുണ്യവും നേടി ഉയർന്ന വിജയങ്ങൾ നേടാനും നമ്മുടെ സാമൂഹിക അന്തരീക്ഷം നിരീക്ഷിച്ചുകൊണ്ട് സഹജീവികളെ ചേർത്ത് പിടിച്ച് കുട്ടികൾ മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും
അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ചൈതന്യദാസ്, വ്ളോഗർ ബ്രിജിത്ത് സുഗതൻ, 33 വർഷം കായികാധ്യാപകനായി സേവനമനുഷ്ഠിച്ച് റിട്ടയർഡ് ചെയ്ത ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരെ മുൻ MP TN പ്രതാപൻ ആദരിച്ചു. ചടങ്ങിൽ DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ, DCC ജനറൽ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, തളിക്കുളം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MT നിതീഷ്, അനിത, ത്രിദീപ് കുമാർ, ഉഷ ബാബു, ഗീത രാമദാസ്, ഷഹർബാൻ, നസീമ ബഷീർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV വികാസ്, MM ഇക്ബാൽ, പ്രവീൺ രവീന്ദ്രൻ, ANG ജൈക്കോ മാസ്റ്റർ, CK ഉല്ലാസ്, മുൻ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, ഷിബു നെടിയിരിപ്പിൽ, ഇസ്മായിൽ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ ഊട്ടുതിരുനാളിന്റെ കൊടികയറ്റം നടത്തി. വികാരി ഫാദർ ജെൻസ് തട്ടിൽ കൊടികയറ്റം നിർവഹിച്ചു. CI ജോസ്, ജോൺസൺ C ആന്റണി, KL ആന്റണി, KT വിൻസെന്റ്, ANP ജോൺസൺ, ജിജോ ജോസ്, ഡെൻസൺ വർഗീസ് നേതൃത്വം നൽകി. തിരുനാളിന് ഫാദർ അൽജോ കരേരക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. നേർച്ചയൂട്ട് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കും. ത്രിപുരയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ 43ാമത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസത്തോടനുബന്ധിച്ച് 1 മാസക്കാലം രാമായണ പ്രഭാഷണം നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സനാതന ധർമ്മ പാഠശാല എക്സിക്യൂട്ടീവ് അംഗം രത്നവലി സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായി. അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ത്രിപുരയാർ ദേവസ്വം മാനേജർ വിനീത KV, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, ആദ്യകലാ ആസ്വാദക സമിതി വൈസ് ചെയർമാൻ KM മോഹനൻ മാരാർ, സനാതന ധർമ്മ പാഠശാല പ്രസിഡന്റ് P മണികണ്ഠൻ, സുലോചന ശക്തിധര പണിക്കർ, K രാംകുമാർ, ലളിത ശംഭുകുമാരൻ, രാധ ശിവശങ്കർ എന്നിവർ സംസാരിച്ചു. രാമായണ ഗ്രന്ഥത്തെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ നിന്ന് നിരവധി ശാഖകളായി പിരിഞ്ഞ് നിരവധി രാമായണങ്ങൾ വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്പരാമായണവും വാൽമീകി രാമായണവും എഴുത്തച്ഛൻ രാമായണവും അങ്ങനെ പല ഭാഷകളിലും പല ഗ്രന്ഥകാരന്മാരും രചിച്ചിട്ടുള്ള രാമായണങ്ങളിലുള്ള അതിൻ്റെ ചരിത്രം പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വിദ്യാലയ മുറ്റത്തേക്കെത്തിച്ച് HSS ചന്ദ്രാപിന്നി സംഘടിപ്പിച്ച സ്വപ്ന ഫൈനൽ ശ്രദ്ധേയമായി. ലോകകപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ഏറ്റുമുട്ടുന്ന സാങ്കല്പിക പോരാട്ടം വിദ്യാർത്ഥികൾക്കായി പുനഃസൃഷ്ടിച്ചാണ് സ്കൂൾ പരിപാടി സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ഒരാഴ്ചയായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ 24 ടീമുകൾ പങ്കെടുത്തു. ആകെ 20 മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ സമാപനമായാണ് അർജന്റീനയുടെയും സ്പെയിനിന്റെയും ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ സ്വപ്ന ഫൈനൽ കളത്തിലിറങ്ങിയത്. സ്വപ്ന ഫൈനലിന്റെ ഉദ്ഘാടനം കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, കയ്പമംഗലം SI KU സജീഷ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VB സജിത്ത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായിക അധ്യാപകൻ TN സിജിൽ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ മുഹമ്മദ് സുഹൈൽ, PA ഹനീൻ, MS സുജയ്, TT പ്രസൂൽ, VA സ്വേദിൽ, KG സജിത്ത് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ക്രിക്കറ്റിനോടാവട്ടെ, കളികളോടാകട്ടെ, നിങ്ങൾ ഗ്രൗണ്ടിനെ സ്നേഹിക്കൂ. ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ തന്നെ ഇവിടെ ലഹരിയൊക്കെ തനിയെ ഇല്ലാതായിക്കൊള്ളും. അപ്പം ഈ ഫുട്ബോൾ മാമാങ്കത്തിന് വളരെ ആവേശകരമായി കാത്തിരിക്കുകയാണ് എല്ലാ കുട്ടികളും.
രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എടതുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിനിർഭരമായി നടന്നു. ചടങ്ങുകളുടെ ഭാഗമായി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, ആനയൂട്ട് എന്നിവയും സംഘടിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേമന ബ്രഹ്മശ്രീ പത്മനാഭൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദേവസ്വം ഓഫീസർ ടി സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സന്തോഷ് മാരാത്ത്, സുജിത് പാറയിൽ, ശാലിഷ് കോമത്ത്, സജീവ് കലാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15 രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മൂന്നുപീടിക ഇരിങ്ങാലക്കുട റോഡിൽ പെരിമംഗലത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെരിഞ്ഞനം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഫയർഫോഴ്സും KCB അധികൃതരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC അംഗം CJ ജോഷി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിനൂബ് അബ്ദുറഹ്മാൻ, PN ദാസൻ, ദിവാകരൻ കുറുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ വിഷയങ്ങൾ വന്നാൽ പോലും അതിനുവേണ്ടി ഏത് രാവും പകലും മെനക്കെടാൻ വേണ്ടി നിൽക്കുന്ന ആള്. ഒരു രോഗി അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അതിനുവേണ്ടി രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് ആ രോഗിയെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന മുഖ്യമന്ത്രി. നമുക്കെല്ലാം മാതൃകയായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ അകാലത്തിൽ തന്നെ നമ്മൾ പൊഴിഞ്ഞുപോയി. മുഖ്യമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ. പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്നത് തുടർ പഠനങ്ങൾക്ക് താങ്ങായി മാറുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. പഠനത്തോടൊപ്പം ഒഴിവു സമയങ്ങളിൽ തൊഴിൽ ചെയ്യുന്നത് തുടർ പഠനത്തെയും ഭാവി ജീവിതത്തിലും താങ്ങായി മാറുമെന്നും കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പറഞ്ഞു. നാട്ടിക പഞ്ചായത്ത് നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വളരെ സന്തോഷമുള്ളൊരു പരിപാടി കൂടിയാണ്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടിയാണ്. അപ്പോൾ സാന്നിധ്യം കൊണ്ടുകൂടി ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദീർഘമായി പ്രസംഗിച്ച് കുറേയേറെ സമയം കാത്തു നിന്ന് ഇനിയും ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടുവരിക്കുന്ന വിദ്യാർത്ഥികളെ മുഷിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഈ A+ കിട്ടിയതിന് ശേഷം ഈ കുട്ടികളെ ഏറ്റുവാങ്ങിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് ഒരു പഞ്ഞവുമില്ല അല്ലേ. ദിവസേന അവാർഡ് കിട്ടുന്നുണ്ട്, ദിവസേന ഉപദേശം കിട്ടുന്നുണ്ട്, ദിവസേന മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. ഇത് കേട്ട് 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 അവരും മടുത്തു. ഇത് പറഞ്ഞ് നമ്മളും മടുത്തേക്കുന്നൊരു സമയം കൂടിയാണ്. മാത്രമല്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഓൺലൈനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി. ഇപ്പോൾ എൻ്റെ ഒരു പുതിയ സ്റ്റോക്ക് പോലും എല്ലാം കഴിഞ്ഞിരിക്കും. പുതിയത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കുമെന്ന് കണക്കാക്കിയാണ്. ദീർഘമായി സംസാരിക്കുന്നതിന് വളരെ ഏറ്റവും നല്ലൊരു കാലമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയവും കാലം കൂടിയാണ് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സും +2 ഒക്കെ വലിയ വിജയം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിച്ചു. ഈ വിജയങ്ങൾ വീണ്ടും ജീവിതത്തിനകത്ത് തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഷൗക്കത്ത് അലി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സദീഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജ്നി ഉണ്ണിയാരം പുരയ്ക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, പവിത്രൻ KV, സിന്ധു സിദ്ധപ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത ES എന്നിവർ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്തിലെ ഫുൾ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അടച്ചുപൂട്ടിയ പൊതുശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുക, കുടിവെള്ളക്ഷേമം പരിഹരിക്കുക, അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വെച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം
കെ.എ. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി കെ.ബി. ഹംസ അധ്യക്ഷത വഹിച്ചു. എം.ആർ. ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, സന്തോഷ് കെ. പവിത്രൻ കെ.വി., CDS ചെയർപേഴ്സൺ രാജി രഞ്ജൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ടി.വി. ശ്രീജിത്ത്, ജിജേഷ് P.P., A.N. സുധീർ, C.K. ശിവരാജൻ, A.M. ദിൽഷാദ്, രാധാകൃഷ്ണൻ P.V., അജയൻ K.S., A.R. ബാബു, പുഷ്കരൻ K.K., ശിവശങ്കരൻ കൊളത്തേക്കാട്ട്, സുധീന്ദ്രൻ E.R., ജിനോയ് T.J. തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്തിലേക്ക് CPM നടത്തിയ സമരം അപഹാസ്യമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണകാലത്ത് നാട്ടിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്ക് തുച്ഛമായ പണമാണ് ചിലവാക്കിയത്. അതുമൂലം പൊതുശ്മശാനം പ്രവർത്തനയോഗ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. AMC പ്രകാരം വർക്ക് ഏറ്റെടുത്ത യൂണിടെക് സൊല്യൂഷൻ 2 തവണ പരിശോധിച്ചതിൽ നിന്നും ശ്മശാനത്തിന്റെ ടാങ്ക് തുരുമ്പ് പിടിച്ച് ലീക്കായിട്ടുള്ള അവസ്ഥയിലാണെന്നും പൈപ്പുകളുടെ ഇന്നർ ലൈനിൽ തകരാറ് മൂലം ശ്മശാനം പ്രവർത്തിക്കുന്ന സമയത്ത് പൈപ്പിന്റെ ഉൾവശം പുക പുറത്തേക്ക് പോകാതെ തള്ളി നിൽക്കുന്ന അവസ്ഥയാണെന്നും ഈ പൈപ്പ് പുതിയത് സ്ഥാപിക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സ്ഥിതിയിൽ ശ്മശാനം പ്രവർത്തിപ്പിച്ചാൽ അപകടമാകുന്ന സാഹചര്യം മൂലമാണ് ശ്മശാനം പ്രവർത്തിക്കാത്തത്. പൈപ്പ് പുതിയത് സ്ഥാപിക്കുന്നതിന് 1.25 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നും ഈ തുക UDF ഭരണസമിതി 2026-27 വർഷത്തെ പദ്ധതിയുടെ റിവിഷനിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച് ഉടൻ ശ്മശാനം തുടർ പ്രവർത്തനം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. CPM-നെതിരെയുള്ള കേന്ദ്ര ഏജൻസിയായ EDയുടെ വേട്ടയാടലുകൾക്കെതിരെ CPM പെരിങ്ങോട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം VR ബിജു ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ലോക്കൽ സെക്രട്ടറി സിബിൻ C. ബാബു അധ്യക്ഷനായി. DYFI ചെറുപ്പ് ബ്ലോക്ക് സെക്രട്ടറി AS ജിംഷാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ G. വനജകുമാരി, MV മുകേഷ്, കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി KB ജോഷി ബാബു, CPM ലോക്കൽ കമ്മിറ്റി അംഗം CS ബാബുരാജ് എന്നിവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് മാറുന്നത്? ഇപ്പുറത്ത് കുഴൽപ്പണത്തിന്റെ ഭാഗമായിട്ട് കൊടകര കുഴൽപ്പണ കേസ് ഉണ്ടായല്ലോ. 6-7 വർഷക്കാലം കഴിഞ്ഞല്ലോ. കൊടകര കുഴൽപ്പണ കേസ് വന്നിട്ട് 49 കോടി രൂപ, ആ 49 കോടി രൂപ വിവിധ ചാർട്ടുകളിലും കാർട്ടൂണുകളിലുമാക്കി തരംതിരിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞത് BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായി 12 വർഷക്കാലം പ്രവർത്തിച്ച BJPയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്ന സതീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്നും സതീഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു 49 കോടി രൂപ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ പ്രദേശങ്ങളിലേക്ക് കൈമാറാൻ കൊണ്ടുവന്ന 49 കോടി രൂപ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് തരംതിരിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് CPIM-നെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ CPIM തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. തളിക്കുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച് പ്രകടനം കൈതയ്ക്കലിൽ സമാപിച്ചു. കൈതയ്ക്കൽ സെന്ററിൽ ചേർന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PS രാജീവ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം VK ജ്യോതിപ്രകാശ്, EPK സുഭാഷിതൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PI സജിത, ഏരിയ കമ്മിറ്റി അംഗം അലോക് മോഹൻ എന്നിവർ സംസാരിച്ചു. ദേശീയ അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ നയങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഇന്നലകളില്ലാത്ത വിധം അതിതീവ്രമായ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ മാർഗങ്ങളിലൂടെ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാളെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തളിക്കുളം തമ്പാൻകടവിൽ കൂട്ടുകാരനുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂൾ വിദ്യാർത്ഥി നാദിർഷയെയാണ് കാണാതായത്. തിരച്ചിൽ നടത്തിവരികയാണ്. വാടാനപ്പള്ളി കുന്നപ്പശ്ശേരി നാരായണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. മക്കൾ പ്രസാദ്, പ്രമോദ്, പ്രദീപ്, മരുമക്കൾ ഷൈനു, ഷാരിക, ശുഭ. സംസ്കാരം ശനിയാഴ്ച രാത്രി 9 മണിക്ക് വാടാനപ്പള്ളി പൊതുശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്നാരോപിച്ച് അമ്മയെ ആക്രമിച്ച മകനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് കല്ലിട വഴിയിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്നത് തുടർ പഠനങ്ങൾക്ക് താങ്ങായി മാറുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.